ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്ന പലതരം ലിഥിയം അയൺ അല്ലെങ്കിൽ ലിഥിയം കെമിസ്ട്രീസും അതിൻ്റെ അഡ്വാൻറ്റേജസും പിന്നെ അത് എത്ര വോൾട്ടിൽ ചാർജ് ചെയ്യുന്നതായിരിക്കും നമുക്ക് കൂടുതൽ ലൈഫ് സൈക്കിളിന് നല്ലതെന്നുള്ളതാണ് നമ്മൾ മെയിനായിട്ട് നോക്കുന്നത്. ഓക്കെ, ഇവിടെ ഞാൻ പലതരം സെല്ലുകൾ എടുത്തിട്ടുണ്ട്. ഇതിൽ ഈ രണ്ട് സെല്ലിനെ ആദ്യമേ പറഞ്ഞങ്ങ് ഒഴിവാക്കാം. കാര്യം ഇത് ഈ ബിൽറ്റ് ഇൻ BMS വരുന്ന സെല്ലുകളാണ്. ഇത് ലിഥിയം ബാറ്ററീസ് തന്നെയാണ്, പക്ഷേ AAA സൈസിൻ്റെതും AA സൈസിൻ്റെയും കസ്റ്റമായിട്ട് അവരുണ്ടാക്കുന്ന ലിഥിയം ബാറ്ററീസാണ്. ഇതിൽ തന്നെ BMS ഉണ്ട്, ഇത് റോ സെല്ലല്ല. അതുകൊണ്ട് ഈ രണ്ട് സാധനങ്ങൾ ഞാൻ ഒഴിവാക്കുകയാണ്. ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതേപോലത്തെ സെൽസ് പല ഡിഫറെൻറ്റ് ഷേപ്പിൽ നമുക്ക് കാണാൻ പറ്റും. ഇപ്പം ചില ഡിവൈസുകളിലൊക്കെ നമുക്ക് ഇങ്ങനത്തെ ടൈപ്പ് സെല്ലുകൾ കാണാൻ പറ്റും. ഓക്കെ, ബാക്കി സെല്ലുകളെക്കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം. പിന്നെ ഇതിൽ ഞാനിപ്പോൾ ഡിസ്കസ് ചെയ്യാത്തൊരു ടൈപ്പ് സെല്ലുണ്ട്. നമ്മുടെ ഇതേപോലെ പവർ ബാങ്കുകളിലൊക്കെ ഉപയോഗിക്കുന്ന പൗച്ച് സെല്ലുകളുണ്ട്. ലിഥിയം പോളിമറിൻ്റെയും ലിഥിയം അയണിൻ്റെയും പൗച്ച് സെല്ലുകൾ വരും. അപ്പോൾ ആ സെല്ല് ഇപ്പോൾ എൻ്റെ കയ്യിലില്ല. ഇപ്പോൾ സാധാരണ ഇപ്പോൾ എൻ്റെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള സെല്ലുകൾ വെച്ചിട്ടാണ് പറയുന്നത്. ബാക്കിയുള്ള സെല്ലുകൾക്കും ലിഥിയം അയൺ കെമിസ്ട്രി ആയിരുന്നാലും ഇപ്പോൾ ലിഥിയം ഫെറോസൈറ്റ് കെമിസ്ട്രി ആയിരുന്നാലും സെല്ലുകളുടെ വോൾട്ടേജ് റേഞ്ച് വെച്ചിട്ടുള്ള വ്യത്യാസമാണ് നമുക്ക് ബേസിക്കലി നോക്കേണ്ടത്. അപ്പോൾ അതിൻ്റെ ചാർജ് സൈക്കിൾസ് എങ്ങനെയാണ്, പിന്നെ അത് എത്ര ചാർജിൽ വരെ സേഫായിട്ട് നമുക്ക് ഉപയോഗിക്കാം, അല്ലെങ്കിൽ അതിൻ്റെ മാക്സിമം എത്ര വരെ പോവാം, അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്. നമുക്ക് ആദ്യം തന്നെ സിലിണ്ടറിക്കൽ സെല്ല് തുടങ്ങാം. ഇത് ലിഥിയം അയണിൻ്റെ 18650 സെല്ലാണ്. ഇത് ഞാനൊരു പവർ ബാങ്കിൽ നിന്ന് എടുത്തൊരു 18650 സെല്ലാണ്. ഇതിൽ ഇത്രയും സെൽസിൽ ഈ ഒരു സെല്ല് മാറ്റി കഴിഞ്ഞാൽ ഇത്രയും നിങ്ങളിപ്പോൾ ഈ കാണുന്ന ഇത്രയും സെൽസ് ട്രിവാൻഡ്രത്തുള്ള ഇലക്ട്ര എനർജി സിസ്റ്റംസിൽ നിന്ന് എടുത്ത സെല്ലുകളാണ്. ഈ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് ഞാൻ അവിടെ നിന്ന് കളക്ട് ചെയ്ത സെല്ലുകളാണ് ഇപ്പോൾ ഈ ഇത്രയും കാണുന്നത്. ബാക്കി എൻ്റെ കയ്യിലുള്ള സെല്ലുകൾ ഓൾറെഡി ഞാൻ പാക്കിൽ ഉപയോഗിക്കുന്നതുകൊണ്ട് വേറെ കയ്യിൽ സ്പെയർ സെല്ലില്ലായിരുന്നു. അപ്പോൾ അത് കാരണം ഇലക്ട്ര എനർജി സിസ്റ്റംസിൽ പറഞ്ഞപ്പോൾ അവരുടെ കയ്യിൽ നിന്ന് കിട്ടിയതാണ് ഇത്രയും സെൽസ്. ട്രിവാൻഡ്രത്തുള്ളതാണ്. അവർ ബേസിക്കലി ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രീൻ എനർജിയിൽ റിസർച്ച് ചെയ്യുന്നൊരു കമ്പനിയാണ്. അപ്പോൾ അവരുടെ ഈ പറഞ്ഞ പോലെ ഗ്രീൻ എനർജിയായിട്ട് ബന്ധപ്പെട്ട ഇതേപോലെ ബാറ്ററി കെമിസ്ട്രികൾ, ഡിഫറൻറ്റ് ബാറ്ററി കെമിസ്ട്രികൾ അവരുടെ കയ്യിൽ കാണും. അപ്പോൾ അതാണ് ഞാൻ അവരുടെ നിന്ന് എടുക്കാൻ കാര്യം. അവർ ബേസിക്കലി ആൾറെഡി പറഞ്ഞു റിസർച്ച് ചെയ്യുന്ന ടീമാണ്. അപ്പോൾ അതുകൊണ്ട് അവരുടെ കയ്യിൽ ഈ ഫീൽഡിലുള്ള പല പുതിയ ഇന്നോവേറ്റീവ് പ്രോഡക്ട്സും അവരുടെ കയ്യിൽ കാണും. അപ്പോൾ അതാണ് ഞാൻ അവരുടെ നിന്ന് ഈ സെൽസുകൾ കളക്ട് ചെയ്യാൻ കാര്യം. നമുക്ക് ഈ ലിഥിയം അയൺ ബാറ്ററിയിൽ നിന്ന് തന്നെ ആദ്യം തുടങ്ങാം. ഇത് 18650 സെല്ലാണ്. അതായത് ഇവിടെ സൈഡിൽ കാണാൻ പറ്റും അതിൻ്റെ ആ ഒരു മോഡൽ നമ്പർ അതായത് ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇത് 18650 സെല്ലാണ്. ഇതിൻ്റെ നോമിനൽ വോൾട്ടേജ് 3.6 വോൾട്ടാണ്. ഓക്കെ, ഈ സെല്ലുകൾക്ക് സാധാരണ ലിഥിയം അയൺ സെല്ലുകൾ പറയുന്നത് ഒരു 300 മുതൽ 500 സൈക്കിൾ വരെയാണ്. ഇതിൻ്റെ മാക്സിമം വോൾട്ട് 4.2 വോൾട്ടാണ്. ഈ സെൽസുകൾ തന്നെ ഒരു 4.2 വോൾട്ട് വരെ എത്തിക്കാതെ ഒരു 4.1 താഴെ നിർത്തുകയാണെന്നുണ്ടെങ്കിൽ 600 മുതൽ 1000 സൈക്കിൾസ് വരെ കിട്ടുമെന്ന് പറയപ്പെടുന്നുണ്ട്. ഓക്കെ, അത് ഈ പറഞ്ഞ പോലെ നമ്മുടെ ചാർജ് സൈക്കിൾസിൽ അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇപ്പം അത് തന്നെ നമുക്കൊരു 1200 മുതൽ 2000 സൈക്കിൾസ് വരെ ഇപ്പോൾ 3.9 വോൾട്ടിൽ ചെയ്യുകയാണെങ്കിൽ കിട്ടുമെന്ന് പറയപ്പെടുന്നുണ്ട് ലിഥിയം അയൺ സെൽസുകൾ. ഇതും ഒരു ലിഥിയം അയൺ സെല്ലാണ്. ഈ സെല്ല് 26650 സീരീസിൽ വരുന്ന സെല്ലുകളാണ്. ഈ സെല്ല് 8650 ആണ്. NMC കെമിസ്ട്രിയാണിത്. ഇത് ലിഥിയം അയണിൻ്റെ തന്നെ 26650 എന്ന് പറഞ്ഞ മോഡലാണ്. ഇതിൽ ഇവിടെ പറഞ്ഞിട്ടുണ്ട് 3.6 to 4.2 വോൾട്ടിലാണ് ഇത് ഉപയോഗിക്കേണ്ടത്. ഇതിൽ അവരുടെ ബാക്കി കുറച്ച് കമ്പനിയുടെ ഡീറ്റെയിൽസും ഒക്കെ ഇവിടെ സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. ഈ രണ്ട് സെൽസുകളും ലിഥിയം അയൺ സെൽസുകളാണ്. ഇത് റിയൽ വേൾഡ് കണ്ടീഷൻസിൽ നമ്മുടെ ഇപ്പോൾ പേഴ്സണലി ഉള്ളൊരു ഡിവൈസ് ആണെന്നുണ്ടെങ്കിൽ ഇത് ഈ പറഞ്ഞ റെക്കമെൻഡഡ് വോൾട്ടിന് പോകുന്നതിനെക്കാട്ടിലും നല്ലത് ഒരു 3.2 മുതൽ ഒരു 4 വോൾട്ട് വരെ നിർത്തുന്നതായിരിക്കും നല്ലൊരു ലൈഫ് സൈക്കിളിന് നല്ലത്. ഈ രണ്ട് സെല്ലുകളും അതായത് ലിഥിയം അയൺ സെല്ലുകൾ ഞാൻ ഡീറ്റെയിൽസ് സൈഡിൽ കൊടുക്കാം. ഓക്കെ, ബാക്കി ഈ രണ്ട് സെല്ലുകളെ മാറ്റിക്കഴിഞ്ഞാൽ ഇനി ബാക്കി ഇരിക്കുന്ന ഇത്രയും സെൽസ് LFP സെൽസുകളാണ്. ഈ ഇരിക്കുന്ന 3 സെല്ലുകളും LFP കെമിസ്ട്രിയാണ്. അതായത് ലിഥിയം ഫെറോസൈറ്റ് ആണ്. ഇതിൻ്റെ നോമിനൽ വോൾട്ടേജ് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ 3.2 വോൾട്ട് ആണെന്ന് കാണാം. സാധാരണഗതിയിൽ NMC കെമിസ്ട്രി അതായത് ലിഥിയം അയൺ സെല്ലുകളിൽ തന്നെ NMC കെമിസ്ട്രി ആണെന്നുണ്ടെങ്കിൽ അതായത് ഇപ്പോൾ കാണിച്ച ഈ സെല്ലുകൾക്ക് ലൈഫ് സൈക്കിൾ കുറവാണ്. പക്ഷേ ഇതിൻ്റെ ഡിസ്ചാർജിങ് വോൾട്ടും വ്യത്യാസമുണ്ട്. ഇതൊക്കെ 3.6 മുതൽ ഒരു 4.2 to 4.25 ആണ് മാക്സിമം ചാർജ് ചെയ്യാൻ പറ്റുന്നൊരു വോൾട്ട്. പക്ഷേ ഇതിൽ വരുമ്പോൾ നമുക്ക് അത്രയും പോകാൻ പറ്റില്ല. ഇതിൽ 3.2 to 3.60 അല്ലെങ്കിൽ ഒരു 3.60 നിർത്തുന്നതായിരിക്കും നല്ലൊരു ലൈഫ് സൈക്കിളിന് നല്ലത്. 3.65 വരെ മാക്സിമം നമുക്ക് പോകാൻ പറ്റും. പിന്നെ കൂടുതൽ ലൈഫ് സൈക്കിൾ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു കെമിസ്ട്രിയിൽ 3.6 താഴെ നിർത്തുന്നതായിരിക്കും നല്ലത്. ഇതിൻ്റെ തന്നെ ഒരു കമ്പാരിസൺ ഞാൻ ഓൾറെഡി ഓൺലൈനിൽ പല സൈറ്റുകളിൽ നോക്കിയിട്ടുണ്ട്. ആ കമ്പാരിസൺസ് എല്ലാം ഞാൻ മനസ്സിലാക്കുന്നത് ഇതിൻ്റെ ലൈഫ് സൈക്കിൾസ് ഇതിന് നമ്മൾ എത്രത്തോളം ചാർജ് ചെയ്യുന്നു എന്നുള്ളതും കൂടെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അതായത് നമ്മളിപ്പം എപ്പോഴും 3.6 വരെ ചാർജ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ 100% DOD എന്ന് പറയാം. 100% DODയിൽ അല്ലെങ്കിൽ ചാർജ് ഡിസ്ചാർജിങ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് 3000 സൈക്കിൾസ് വരെ ആയിരിക്കും
ഈ പറഞ്ഞ വലിയ സെല്ലുകൾ, ലിഥിയം പ്രിസ്മാറ്റിക് സെല്ലുകൾ തരുന്നത്. ഇതൊക്കെ സിലിണ്ടറിക്കൽ സെല്ലാണ്. ഈ സിലിണ്ടറിക്കൽ സെല്ലുകൾക്കൊരു കുഴപ്പം, അത് മാക്സിമം ഒരു 2000 സൈക്കിൾസ് ഒക്കെ ആയിരിക്കും പറയുന്നത്. കൂടുതലും EV ആപ്ലിക്കേഷൻസിലായിരിക്കും സിലിണ്ടറിക്കൽ സെൽസ് ഉപയോഗിക്കുന്നത് നമ്മൾ കാണുന്നത്. അല്ലാതെ സ്റ്റോറേജ് ആപ്ലിക്കേഷൻസിൽ കൂടുതലും പ്രിസ്മാറ്റിക് സെല്ലുകളായിരിക്കും ഉപയോഗിക്കുന്നത്. ഇതെല്ലാം പ്രിസ്മാറ്റിക് സെല്ലുകളാണ്. അതായത് ഈ ഇരിക്കുന്ന പ്രിസ്മാറ്റിക് സെല്ലാണ്, ഈ 2 സിലിണ്ടറിക്കൽ സെല്ലാണ്. പിന്നെ ഞാൻ എന്തായാലും ഇതിൻ്റെ ബെറ്റർ ചാർജ് ഡിസ്ചാർജിൻ്റെ വാല്യൂ ഞാനിവിടെ സൈഡിലായിട്ട് കൊടുക്കാം. പിന്നെ ഈ കെമിസ്ട്രിയിൽ LFP കെമിസ്ട്രിയിൽ 2.75 മുതൽ ഒരു 3.6 റേഞ്ചിൽ ഉപയോഗിക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. ലോ കട്ട് ഓഫ് 2.5 വരെ പോകാമെങ്കിലും അത്രയും വരെ പോകാതിരിക്കുക, അത്രത്തോളം താഴ്ത്തി ഡിസ്ചാർജ് ചെയ്യാതിരിക്കുന്നതാണ് എപ്പോഴും ബാറ്ററിയുടെ ലോങ് ലൈഫിന് നല്ലത്. പിന്നെ ഈ ഇരിക്കുന്ന ലിഥിയം അയൺ കെമിസ്ട്രിയിൽ തന്നെ LFP കെമിസ്ട്രിയിൽ പ്രിസ്മാറ്റിക് സെല്ലുകൾ, ഇതാണ് കൂടുതലായി നമ്മൾ സ്റ്റോറേജ് ആപ്ലിക്കേഷൻ സോളാറിലൊക്കെ ഉപയോഗിക്കുന്നത്. ഇതേ സെല്ലുകൾ തന്നെയാണ് എൻ്റെ ലിയോണിക്സിൻ്റെ ബാറ്ററി പാക്കിലിരിക്കുന്നത്. അതിൻ്റെ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇത് 100 Hൻ്റെ സെല്ലാണ്. ഓക്കെ, പക്ഷേ ഈ ഇരിക്കുന്ന 2 സെല്ലുകളിൽ ഇത് 4 Hൻ്റെ സെല്ലാണ്. ഇവിടെ സൈഡിലായിട്ട് അതിൻ്റെ ടോട്ടൽ വാട്ട് അവർ മാത്രമേ സ്പെസിഫൈ ചെയ്തിട്ടുള്ളൂ. ഓക്കെ, ഇത് 4 Hൻ്റെ സെല്ലും ഇത് 6 Hൻ്റെ സെല്ലുമാണ്. ഇതേ സെല്ല് തന്നെ 15 Hൻ്റെ ഉണ്ട്. അത് തൊട്ട് മുമ്പുള്ളൊരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. ലിയോണിക്സിൻ്റെ 200 വാട്ട്സിൻ്റെ പോർട്ടബിൾ ഇൻവെർട്ടറിൽ കാണിച്ചിരിക്കുന്നത് 15 H ആണ്. ഇത് 6 Hൻ്റെ സെല്ലുകളാണ്. ഓക്കെ, ഇതാണ് മെയിനായിട്ടുള്ള 1-2 കാര്യങ്ങൾ ഞാൻ ഇതിൽ പോയിൻ്റ് ഔട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്.